പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മീൻകറി മുളകിട്ടത്, ഒപ്പം കായ ചേന എരിശ്ശേരി, അതായത് വെജും നോൺ വെജും ചേർന്നിട്ടുള്ള ഊണാണ് ഇന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ മീൻകറിക്കുള്ള തക്കാളി, ഉള്ളി അതൊക്കെ ചെറുതായി നുറുക്കിയൊക്കെയുള്ളതാണ്. അപ്പോൾ തക്കാളി 2 എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത തക്കാളിയാണ്. അത് ചെറുതാക്കി അരിയാണ്. ആദ്യം അത് ചെയ്യാം. പിന്നെ നമ്മൾ വലിയ ഉള്ളി, അതും 2 തൊലിയൊക്കെ കളഞ്ഞ ശേഷം പിന്നെ നമ്മൾ അതും ചെറുതാക്കി നുറുക്കുകയാണ്. ഉള്ളിയും തക്കാളിയും മുളകിട്ട കറിക്ക് അതാണ് അതിലെ മെയിൻ. അപ്പോൾ അതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി അത് ചെറുതാക്കി നുറുക്കിയിട്ടു. പിന്നെ പച്ചമുളക്, അത് കുറച്ച് പഴുത്ത മുളക് തന്നെയാണ്. അപ്പോൾ അതും അരിഞ്ഞിട്ടു. അപ്പോൾ അതിവിടെ ഉണ്ട്. പിന്നെ നമ്മളെ മത്തി ക്ലീൻ ചെയ്ത് വാങ്ങിയതാണ്. പിന്നെ കഴുകി ഇവിടുന്ന് 1/2 കിലോനുള്ളത്. ചെറിയ മത്തിയാണ്, പറ്റ ചെറുതല്ല, എന്നാലും ചെറുത് തന്നെയാണ്. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ പാർന്ന് നമ്മൾ ആ ചേരുവകൾ, മീനല്ലാത്തതെല്ലാം വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ ഇപ്രാവശ്യം ഈ ചട്ടിയിലാണ് വയ്ക്കുന്നത്, മൺചട്ടിയിലല്ല. മാത്രമല്ല വഴറ്റിയിട്ടുള്ള അതായത് മുളകിടുന്നത് അതിങ്ങനെ വെറൈറ്റി നല്ല രസമാണ്. അതിലേക്കിതാ ഒന്ന് വഴന്ന ശേഷം മുളക് പൊടി, എരുണ്ടായിക്കോട്ടെ, പിന്നെ മഞ്ഞൾപ്പൊടി അത് ചേർത്തിട്ട് പിന്നെ ഇനി അത് നല്ല പോലെ നിന്നുണ്ട് വഴറ്റിയെടുക്കാം. അതും പിന്നെ നമ്മളെ മീൻ അത് ചേർക്കാണ്. നല്ലപോലെ നിന്ന് ഇളക്കി ചേർക്കണം. ഇത് നല്ല രസമാണ് ഇങ്ങനെ വെച്ചാൽ. പിന്നെ ആവശ്യത്തിന് വെള്ളം പാർന്ന് പിന്നെ ഉപ്പിട്ടു. വെന്ത് വന്നു, കറിവേപ്പില ഇടാണ്. മീൻ എളുപ്പം വേവുമല്ലോ. അപ്പം നമ്മൾ കറി റെഡിയായി. കാരണം ഇതിൽ പിന്നെ വറവൊന്നും ഇടാനില്ലല്ലോ. അപ്പോൾ നമ്മൾ എരിശ്ശേരിക്കുള്ള ചേന കായ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം ചേന അത് തോലെത്തി. ഇനി നമ്മളെ കായ, പച്ചക്കായ, ഇത് കൂട്ടാൻകായ, തോടൻകായ എന്നൊക്കെ പറയും, പല പേരിലാണ്. എളുപ്പം വേവുന്നതാണ് ഈ കായ, നേന്ത്രക്കായൻ്റെ പോലെയല്ല. അപ്പോൾ അത് ഏണൊക്കെ ഒന്ന് കളയാം. 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ചേന കഷ്ണം. അപ്പോൾ ഇനി ഈ കായ അത് 4 കീറാക്കിയിട്ട് നുറുക്കാനാണ് ഉള്ളത്. അപ്പോൾ അത് നുറുക്കാണ്. ആദ്യം അത് ചെയ്യാം. പിന്നെ നമ്മൾ ചേന ഇത് നുറുക്കിയിടുകയാണ്. ഇനി ചെറുതാക്കി കൊത്തിയിട്ടാലും മതി, എങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നുറുക്കിയിടുകയാണ്. എന്തായാലും വെന്ത് ഒന്ന് ഉടയും, നല്ല വേവുന്ന ചേനയാണെങ്കിൽ. അപ്പോൾ അതും ഇവിടെ ഈ 2 കഷ്ണങ്ങളും ഇവിടെ റെഡിയായി എരിശ്ശേരിക്കുള്ള. അപ്പം ഇനി അത് നമുക്ക് കുക്കറിലിടാം. കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉപ്പിടാണ്. പിന്നെ വേവാൻ വേണ്ട വെള്ളം, അത് അത്യാവശ്യം വെള്ളം വേണം. പിന്നെ അടുപ്പത്ത് വെച്ചു. നമ്മൾ തേങ്ങ ചിരവിയത് അരമുറിയുണ്ട്. പിന്നെ ജീരകം അത് കൂട്ടി അരച്ചതാണിത് എരിശ്ശേരിക്കുള്ളത്, ഈ ഒരു പാകത്തിൽ. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞ ശേഷം ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചേനയൊക്കെ നല്ല വേവുന്നുണ്ട് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ അതിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിട്ടിട്ട് ഒന്നുകൂടി നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഈ പൊടികളൊക്കെ ചേർത്തിട്ട്.
പിന്നെ അതാ നമ്മളെ അരവ് ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നു, എല്ലാം അതിലേക്ക് അരവ് ചേർത്തു. എന്നിട്ട് നല്ല പോലെ ഇനി ഇളക്കിയെടുക്കാം. ഇപ്പോൾ കുറഞ്ഞൊരു വെള്ളം തന്നെ ഉള്ളൂ, അത് പിന്നെ കഴിക്കാനാകുമ്പോഴേക്ക് കുറുകും. അധികം വെള്ളത്തോടു കൂടി അല്ലല്ലോ എരിശ്ശേരി. പിന്നെ ഇതാ നമ്മൾ കറിവേപ്പില അത് ചേർക്കുകയാണ്. ഇനി ഇതാ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും അത് നമുക്ക് വറുത്തിടാണ് വേണ്ടത്. അപ്പോൾ അത് വറുത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ റെഡിയായി. ഇപ്പോൾ നമ്മളെ എരിശ്ശേരി, പിന്നെ നമ്മളെ മീൻ മുളകിട്ടത്. അപ്പോൾ ഏതായാലും നമ്മളെ 2 വിഭവങ്ങളും ഇവിടെ റെഡിയായി. മീൻകറി, എരിശ്ശേരി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ ഊണ് കഴിക്കാനുള്ള സമയമായി. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഊണ് കഴിക്കായി. അപ്പോൾ ഏതായാലും അമ്മയ്ക്ക് ഊണ് വിളമ്പാം. മീൻ മുളകിട്ടത് അപ്പോൾ നല്ല കുറുകിയൊക്കെ പാകത്തിന് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ എരിശ്ശേരി, അതും നല്ല കഴിക്കാൻ നേരത്തേക്ക് നല്ല കട്ടയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പതിവ് പപ്പടം കാച്ചിയത്. അപ്പോൾ ഇന്ന് ഈ വിഭവങ്ങളാണുള്ളത്. നോൺ വെജും വെജും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ഊണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ. മീൻകറി എങ്ങനെയുണ്ട്? എരിശ്ശേരി നല്ല രസമുണ്ട്. നമ്മളൊരു ചക്ക എരിശ്ശേരിൻ്റെ മാതിരി തന്നെ. ചക്ക ഒക്കെ ആവാനായല്ലോ. എവിടെയോ ഞാൻ ഇങ്ങനെ പോയപ്പോൾ റോഡ് സൈഡിലുണ്ട് ചക്ക വിൽക്കാൻ വെച്ചിട്ട്, വലിയ ചക്ക. ഞാൻ വാങ്ങാനൊന്നും പറ്റില്ല. മുതുണ്ടാവും കണ്ടിട്ട്, ഇനി കാണുമ്പോൾ നോക്കണം. ഇവിടെ ഒന്നും ആയിട്ടില്ല ചക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.